بسم الله الرحمن الرحيم ألف لام ميم تلك آيات الكتاب الحكيم هدى ورحمة للمحسنين. الحمد لله رب العالمين، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا أكرم الكرماء على أعتابكم قمر الفقير المرتجي بجانبكم، يرجو العطاء على البكاء ببابكم، والدمع من عينيه سال سجينا. صلوا عليه وسلموا تسليما. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ തന്നൂർ ശരിയായ സെക്കൻഡറി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും സാധാരണക്കാരായ ആളുകൾക്ക് ഇൽമു പഠിക്കാനുള്ള വേദി സംഘടിപ്പിക്കാറുണ്ട്. ആ പരിപാടിയോടനുബന്ധിച്ച് തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ഈ മഹത്തായ മദ്രസ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ ഓതുന്നതും ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ പഠിപ്പിക്കുന്നതും പരിശുദ്ധമായ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, കുളി, വുളു തുടങ്ങിയ അമലുകൾ പഠിപ്പിക്കുന്നതും വിശ്വാസപരമായി അല്ലാഹുവിനെ സംബന്ധിച്ച് എന്ത് വിശ്വസിക്കണം, മലക്കുകളെ സംബന്ധിച്ചും അമ്പിയാക്കളെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ചും ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും ആഖിറത്തെ സംബന്ധിച്ചും എല്ലാം എങ്ങനെ വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ ആവശ്യമായ അറിവുകൾ നേടിക്കൊടുക്കുന്ന സ്ഥാപനമാണ് മദ്രസ. ആ മഹത്തായ മദ്രസയുടെ നടത്തിപ്പിന് നമ്മുടെ വലിയവരായ പ്രവർത്തകന്മാർ നിങ്ങളോടൊക്കെ സഹായത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുണ്ട്. കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടക്കും. ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈമാനോടുകൂടി മരിക്കണം എന്നതാണ്. മറ്റുള്ളതെല്ലാം അതിന്റെ ചുവടയാണ്. ഈമാനോടുകൂടി മരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈമാനോടുകൂടെ മരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി അവസാനം രാജ്യത്തിന്റെ ഭരണം കയ്യിൽ കിട്ടിയ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം
അല്ലാഹുവിനോട് അവസാനമായി പ്രാർത്ഥിച്ചതും തവഫനി മുസ്ലിമൻ വഅൽഖനി ബിസ്സാലിഹീൻ, മുസ്ലിമാക്കി എന്നെ മരിപ്പിക്കണം അല്ലാഹ്, സജ്ജനങ്ങളോട് കൂടെ നീ എന്നെ ചേർക്കണം അല്ലാഹ്. മുസ്ലിമായി മരിക്കണമെങ്കിൽ അതിന് സജ്ജനങ്ങളോടുകൂടി ചേരണം. മുസ്ലിമായി മരിച്ചു കഴിഞ്ഞാൽ സജ്ജനങ്ങളോടുകൂടി ചേരാം. ഇങ്ങനെയാണ് സജ്ജനങ്ങളും മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധം. ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ സജ്ജനങ്ങളോടുകൂടി ചേർന്ന് വിശ്വാസങ്ങളും കർമ്മങ്ങളും ശരിപ്പെടുത്തണം. അങ്ങനെ ചേർന്ന് ശരിപ്പെടുത്തിയ മനുഷ്യൻ ഈമാനോടുകൂടി മരിച്ചാൽ സജ്ജനങ്ങളുടെ കൂടെ ചേരാം. ഇങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും സജ്ജനങ്ങളുമായുള്ള സമ്പർക്കവും സജ്ജനങ്ങളെ പിന്തുടർന്ന് ജീവിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് അനിവാര്യമാണ്. എന്നാൽ ഈ തത്വത്തിൽ അധിഷ്ഠിതമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ മുസ്ലിം ഉമ്മത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നമുക്കെല്ലാം അറിയാം, മഹാന്മാരായ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ കൊടുങ്ങല്ലൂരിലും കാസർഗോഡും ധർമ്മടത്തും ശ്രീകണ്ഠപുരത്തും കൊല്ലത്തും മാടായിലും പല സ്ഥലങ്ങളിലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തകവുമായി ഇസ്ലാമിക മുസ്ലിം പ്രവർത്തകന്മാരായ മഹാന്മാരായ സജ്ജനങ്ങൾ വരികയും അവരെ ഈ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് പള്ളി നിർമ്മിക്കാനും അവർക്ക് ആരാധനകൾ നിർവഹിക്കാനും ഇസ്ലാമിക പ്രബോധനം നടത്താനും സർവ്വ സൗകര്യങ്ങളും അന്നുള്ള ഇവിടെയുള്ള ജനങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർ ഇവിടെ പള്ളികൾ നിർമ്മിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ നല്ല അന്തരീക്ഷത്തിൽ പ്രചരിപ്പിക്കുകയും നടത്തുകയും ചെയ്തു. അന്ന് മുതൽ മുസ്ലിം ഉമ്മത്തും ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് യാതൊരു ഭിന്നതയും തർക്കവും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ സമുദായത്തിൽ തർക്കങ്ങൾ വലിച്ചിടാൻ വേണ്ടി ചില ആളുകൾ പൂർവിക മുസ്ലിമീങ്ങളുടെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഈ ചോദ്യം ചെയ്യലിന്റെ കാരണത്താൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും ഒരുപാട് സംഘടനകളും ഗ്രൂപ്പുകളും പരസ്പരം ഒരുപാട് അകൽച്ചകളും സുബ്ഹാനല്ലാഹ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ വരെ അടച്ചുപൂട്ടപ്പെടുകയും അതുപോലെ പല മഹല്ലുകളിലും മുസ്ലിമീങ്ങൾ തമ്മിൽ അകന്നു പോവുകയും ഒക്കെ ഉണ്ടായി. ഇത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവും ആണ്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ തർക്കവിതർക്കങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇസ്ലാമിക സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ ചിലർ ശ്രമിച്ചപ്പോൾ അറിയാതെ അവരോടുന്ന ആയത്തുകളും ഹദീസുകളും അതിന്റെ അർത്ഥമെന്താണ്, വ്യാഖ്യാനം എന്താണ്, വിശദീകരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവരോടുന്നതും ഖുർആനല്ലേ ഹദീസല്ലേ എന്ന് മനസ്സിലാക്കി സാധാരണക്കാരായ എത്രയോ ജനങ്ങൾ അവരുടെ തന്ത്രങ്ങളിൽ പെട്ടുപോവുകയും അങ്ങനെ പല മഹല്ലുകളിലും ഭിന്നതകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ധാരാളം സമ്മേളനങ്ങളും യോഗങ്ങളും ഖണ്ഡനങ്ങളും പ്രസംഗങ്ങളും സംവാദങ്ങളുമൊക്കെ പണ്ഡിതന്മാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ വാണിമേറിൽ പ്രദേശത്തിൽ ഈ വയലിൽ ആദ്യമായി വന്നതും അങ്ങനെ നടക്കുന്ന ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ സീർജമാനത്ത് പള്ളിയിൽ ഖത്തർമത തുടങ്ങിയ കിതാബുകൾ ഓടിപ്പിടിക്കുന്ന ആയിരുന്നു. അന്ന് മർഹൂം വി കെ ഹസൻ മുസ്ലിയാർ അവരുടെ മറുപടികളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവരുടെ അവതരണവും അതുപോലെ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുട്ടനാട് മുസ്ലിയാർ തുടങ്ങിയ അള്ളാഹുവിന്റെ ഖബറിനെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ വിവരണങ്ങളുമൊക്കെ നടക്കുന്ന സദസ്സിൽ ഇരുന്ന് അന്ന് ധാരാളം കാര്യങ്ങൾ കേട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് നല്ല വായു വെക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമുണ്ടാകും. അവർക്ക് ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വാലാണ് ഇന്ന് പറയുന്നത്.
എന്നാൽ കർമ്മം ശരിപ്പെടുത്താൻ വേണ്ടിയുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിലെ സ്വഭാവ ഗുണങ്ങളുമൊക്കെ അങ്ങനെ കർമ്മങ്ങൾ ശരിപ്പെടുത്താൻ വേണ്ടിയുള്ള വാല്യൂ ഇൻഷാ അല്ലാഹ് ഒരു സംഘടനയെ സംബന്ധിച്ചും ഒരു അക്ഷരവും പറയാതെ, ഒരു വിഭാഗത്തെക്കുറിച്ചും ഒന്നും പറയാതെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ ഉദ്ധരിച്ച് ആർക്കും കണ്ണനമല്ല മണ്ഡനമല്ല അങ്ങനത്തെ രൂപത്തിലുള്ള വാല്യൂ നാദാപുരത്ത് 7 ദിവസം കഴിഞ്ഞ കൊല്ലം നാം സൂറത്തുൽ ഫാത്തിഹ വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലവും ഇൻഷാ അല്ലാഹ് 28-ാം തീയതി നിങ്ങൾക്ക് അവിടെ പറയും. ഞാൻ അതിനുവേണ്ടി എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇന്ന് ഇവിടെ ഒരു ചെറിയ ഖണ്ഡനമാണ്. ഈ ഖണ്ഡനം നടത്തുന്നത് ആലപ്പുഴയിൽ വെച്ച നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഖണ്ഡനമാണ് ഇവിടെ വെച്ച് നടത്തുന്നത്. ആലപ്പുഴയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിന്റെ ഖണ്ഡനം എന്തിനാണ് വാണിമേലിൽ വെച്ച് നടത്തുന്നത്? ആലപ്പുഴയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗം കേൾക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ ആ പ്രസംഗം ഇവിടെ പല സ്ഥലങ്ങളിലും CD-യായി ഇറക്കി എത്തിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ അത് ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഒരൽപ്പം വിശദീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രസംഗം. ഇന്നത്തെ പ്രസംഗത്തിന്റെ പേര് ഞാൻ 2-3 ദിവസം കടവത്തൂരിൽ വെച്ച് മുജാഹിദ് മോചനത്തിന് സർക്കാരിന്റെ സന്ദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ CD നിങ്ങൾക്ക് സദസ്സിൽ കിട്ടുമ്പോൾ വാങ്ങി കേൾക്കാം. പരിശുദ്ധ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിഷയം പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ പരിപാടിയിൽ ഉള്ളത്. ഇവിടെയും അത് തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിനായി പറയട്ടെ, മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണം, ഈമാൻ ഉണ്ടാകണം. ഈമാൻ എന്ന് പറയുന്നത് തന്നെ അൽ ഈമാനു അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദറൂറ. ഈമാൻ ശരിയായ വിശ്വാസം, അതിന്റെ നിർവചനം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന അറിയപ്പെട്ട സർവ്വ വിഷയങ്ങളും വിശ്വസിച്ച് അംഗീകരിക്കുക, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനുള്ളവർക്കാണ് വിജയം ഉള്ളത്, മോചനം ഉള്ളത്. ഖുർആൻ പറയുന്നു വല്ലദീന ആമനൂ ബിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസികൾ. വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, വഅസ്സറൂഹു, ആ നബിയെ ബഹുമാനിക്കുന്നവർ, ആദരിക്കുന്നവർ, വനസറൂഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നവർ. അവിടുന്ന് പഠിപ്പിച്ച ആശയം അന്ത്യനാൾ വരെ നിലനിൽക്കാൻ വേണ്ടി സഹായിക്കുന്നവർ. അതിന്റെ ഭാഗമാണ് ഈ പരിപാടികളൊക്കെ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രകാശമായ ഖുർആൻ, സർവ്വ മനുഷ്യർക്കും വെളിച്ചം നൽകുന്ന ഖുർആൻ, ആ ഖുർആനിനെ വല്ലവരിൽ പിന്തുടരുകയും ചെയ്താൽ അപ്പോൾ എന്തൊക്കെ വേണം? ഒന്നാമത് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണം. രണ്ടാമത് പറയുന്നത് നബിയെ ബഹുമാനിക്കണം. മൂന്നാമത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹകരിക്കണം. നാലാമത് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പിന്തുടർന്ന് ജീവിക്കണം. ഈ 4 കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടായാൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം കൈവരിച്ചവർ, അവരാണ് ദുനിയാവിലും ആഖിറത്തിലും മോചനം നേടിയവർ, അവരാണ് വിജയം കൈവരിച്ചവർ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണം എന്ന് പറയുന്നത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സന്മാർഗം കാണിക്കാൻ വേണ്ടി ഹുദൽ ലിൽ മുത്തഖീൻ, ഹുദൽ ലിന്നാസ് അങ്ങനെ അവതരിപ്പിച്ച ഗ്രന്ഥം ഖുർആൻ അല്ലേ? പക്ഷേ ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് അങ്ങ് ഇട്ടുകൊടുത്തത് അല്ല. ഒരു ഗ്രന്ഥം രചിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തതും അല്ല. അത് നസ്സലഹു അലാ ഖൽബിക,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്. ഖുർആൻ ആർക്കാണ് ലഭിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ലഭിച്ചത്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഏൽപ്പിക്കുകയാണ് ഈ ഖുർആനിൽ പറഞ്ഞത് അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കണം. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്താണ്, ഓരോ വിഷയത്തിലെയും തീരുമാനം എന്താണ്, അത് നബിയെ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അതിനാണ് അങ്ങയിലേക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കണം. ആ വിവരണം അംഗീകരിക്കണം. അംഗീകരിക്കാതെ ഖുർആൻ സ്വീകരിക്കുക സാധ്യമല്ല. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നു വലഅല്ലഹും യതഫക്കറൂൻ. തങ്ങളുടെ വിശദീകരണം അംഗീകരിക്കുകയും വേണം. വലഅല്ലഹും യതഫക്കറൂൻ. അല്ലാഹു മനുഷ്യർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കുന്നവരാവുകയും വേണം. ചിന്തിക്കാതെ ലോകത്തിന് വൃത്തിയില്ല. ചിന്തിക്കുകയും ഗ്രഹിക്കുകയും വേണം. ഇതിനാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊണ്ട് വിശ്വസിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കണം, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു കൂട്ടരെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബലം കയ്യിൽ കിതാബ് ലഭിക്കുന്നവരാണ് മഹ്ശറിൽ വെച്ച്. അവർ വലിയ സന്തോഷത്തിലാണ്. അവർ പറയും ഹാ ഉഖ്റഊ കിതാബിയ, എന്റെ കിതാബ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഇങ്ങനെ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കാണിക്കുന്ന നല്ല റാങ്ക് വാങ്ങിയ കുട്ടിയെ പോലെ സന്തോഷത്തോടെ കിതാബ് കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടർ മഹ്ശറിയിലുണ്ട്. എന്നാൽ വേറെ ഒരു കൂട്ടരുണ്ട്, അൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖൂന മിമ്മാ ഫീ. അവിശ്വാസികളും തമ്മാടികളുമായ ചില കക്ഷികൾ ഉണ്ട്. അവരവിടെ വെച്ച് മഹ്ശറിൽ വെച്ച് ഗ്രന്ഥം വിതരണം ചെയ്യപ്പെടുമ്പോ അവരെ വലം കൈ പിടിച്ച് കെട്ടിപ്പോയി. അതാ അവരുടെ മുതുകിന്റെ ഭാഗത്തിലൂടെ ഇടങ്കയിൽ കിതാബ് നൽകപ്പെടുന്നവരാണ്. അവർ വലിയ ബേജാറിലാണ്. ആ കക്ഷികളെ സംബന്ധിച്ച് ഇടങ്കയിൽ കിതാബ് നൽകപ്പെടുന്ന അബൂ ജഹൽ, ഉത്ബത്ത്, ശൈബത്ത് തുടങ്ങിയ കക്ഷികളെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു പറയുന്നത് ശരിക്കും നിങ്ങളൊന്ന് നോക്കൂ. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു അലൈസനീ ലം ഊത കിതാബിയ. ഇടങ്കയിൽ കിതാബ് നൽകപ്പെടുന്നവൻ പറയുകയാണ്, എന്റെ ഈ ഗ്രന്ഥം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം അദീമാ ഹിസാബിയ, ഞാനൊരു കണക്ക് ചോദ്യം എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈസ ലഹാ കാനത്തുൽ ഖാദിയ, മരണത്തോടുകൂടെ എല്ലാ തീരുമാനവും കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാ അഗ്നാ അന്നീ മാലിയ, എന്റെ സമ്പത്തുകളും ധനങ്ങളുമൊന്നും എന്റെ പ്രശ്നം പരിഹരിച്ചില്ലല്ലോ. എനിക്ക് ഐശ്വര്യം ഉണ്ടാക്കിയില്ലല്ലോ. ഹലക അന്നീ സുൽത്താനിയ, എന്റെ എല്ലാ അധികാരങ്ങളും നശിച്ചു പോയല്ലോ. ഇടങ്കയിൽ കിതാബ് നൽകപ്പെടുന്ന അബൂജഹലും കക്ഷികളും പറയുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഓർഡർ എന്താണ്? അവരെ പിടിക്കൂ മലക്കുകളെ, എന്നിട്ടോ 70 മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് അവരെ പിടിച്ചു കെട്ടൂ മലക്കുകളെ. അവരെ ജഹീമാകുന്ന നരകത്തിലേക്ക് തള്ളിവിടൂ മലക്കുകളെ. ഈ ഓർഡർ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ അവിടെ പറയുന്നു. എന്തുകൊണ്ടാണ് അബൂജഹലും കക്ഷികളും ഇങ്ങനെയായി പോയത്? ഇന്നഹു കാന ലാ യുമിനു ബില്ലാഹിൽ അദീം.
ഈ ഇടങ്കയിൽ കിതാബ് നൽകപ്പെടുന്നവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ്? അവരെ തെറ്റെന്താണ്? ഒന്നാമത്തെ തെറ്റ് ഇന്നഹു കാന ലാ യുമിനു ബില്ലാഹിൽ അളീം. മുജാഹിദിന്റെ സുഹൃത്തുക്കൾ അവരുടെ കേവലം പ്രസിദ്ധീകരിക്കുന്ന അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയൊന്ന് നോക്കട്ടെ. അതിലുള്ള അർത്ഥം ഞാനൊന്ന് വായിക്കാം. കാരണം അവൻ നിശ്ചയമായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഈ നരകത്തിൽ തള്ളപ്പെടുന്നതെന്നും ഇടങ്കയിൽ കിതാബ് നൽകപ്പെടുന്നതെന്നും ഒന്നാമത്തെ കാരണമായി പറയുന്നു. പിന്നെ കുറെ കാരണങ്ങളുണ്ട്. അതേ വലായ അലാ ഫാമിൽ മിസ്കീൻ, ഇങ്ങനെ തുടങ്ങി വേറെ കുറെ കാരണം പിന്നീട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. കണ്ടോ, അബൂജഹലും കക്ഷികളും അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് സലഫി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അല്ലാഹുവിനെ അറിഞ്ഞ ആളാണ്. അബൂജഹൽ അല്ലാഹുവിനെ അറിഞ്ഞ ആളാണ്. വിശ്വസിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മൾ ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് മോചിതരാകണോ? അല്ല, ഖുർആൻ തള്ളിക്കൊണ്ട് നാം അവിശ്വാസത്തിലേക്ക് പോകണോ? ഇത് ഏത് നിഷ്പക്ഷതയായ കക്ഷികൾക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞ അർത്ഥം അല്ല, കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന പരിഭാഷയിൽ തന്നെയുള്ള അർത്ഥം ആണ്. ഇനി സഹോദരന്മാരെ, വേറെയും ഒരുപാട് തെളിവുകൾ ഞാൻ കടവത്തൂരിൽ വെച്ച് പ്രസംഗിച്ച മുജാഹിദ് മോചനത്തിന് സർത്താറിന്റെ സന്ദേശം, അതിൽ ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹുവിനെ സംബന്ധിച്ച് ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നു, അല്ലാഹു പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കുന്നു. അതിലൊന്നാണ് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവില്ല. വഹുവ സമീഉൽ ബസീർ. അല്ലാഹു എല്ലാം സ്വന്തം തന്നെ കേൾക്കുന്നവനാണ്. അൽ ബസീർ, സർവകാര്യങ്ങളും സ്വന്തമായി തന്നെ കാണുന്നവൻ ആണ്. ലോകത്ത് ഏത് സൃഷ്ടികൾക്ക് എന്ത് കാഴ്ചയുണ്ടെങ്കിലും, ലോകത്തെ ഏത് സൃഷ്ടികൾക്ക് ഏത് കേൾവിയുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു കൊടുക്കുന്നതാണല്ലോ. അല്ലാഹുവിന്റേതങ്ങനെയല്ല. അവൻ സ്വന്തമായി കേൾവിയുള്ളവനാണ്, സ്വന്തമായി കാഴ്ചയുള്ളവനാണ്. ആ അല്ലാഹു തആല ഒരു വസ്തു പോലെയും അല്ല. ഇത് ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുമ്പോ അത് തന്നെ അതാ മറ്റൊരു വസ്തുവിനെ പോലെയും അല്ലാതല്ലേ പറഞ്ഞത്. ഏത് സൃഷ്ടിക്കും അത് നിൽക്കാനൊരു സ്ഥലം വേണം. ഞാനൊരു സൃഷ്ടിയാണ്, എനിക്കിവിടെ നിൽക്കാൻ സ്ഥലം വേണം. നിങ്ങൾക്കൊക്കെ ഒരു സ്ഥലം വേണം. അപ്പൊ സൃഷ്ടികൾക്ക് നിൽക്കാൻ സ്ഥലം വേണം, ഇല്ലേ? മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഒരു സൃഷ്ടിക്കും നിലനിൽപ്പില്ല. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹു മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനാണ്. അതൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹുവുണ്ട്. ആകാശം പറക്കുന്നതിന് മുമ്പ് അള്ളയുണ്ട്, ഭൂമി പറക്കുന്നതിന് മുമ്പ് അല്ലുണ്ട്, അർശനെ പറക്കുന്നതിന് മുമ്പ് അല്ലുണ്ട്. അല്ലാഹു തആല ഉള്ളതിന് തുടക്കം ഇല്ല, ബാക്കിയുള്ള എല്ലാത്തിനും തുടക്കം ഉണ്ട്. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് അല്ലാഹുവിന് പ്രത്യേക സ്ഥലമുണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് അല്ലാഹുവിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ന് അല്ലാഹുവിന് സ്ഥലമുണ്ടോ? ഇല്ല. അല്ലാഹുവിന് മാറ്റം ഇല്ല. നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. ചെറുപ്പത്തിലുള്ള ഞാനല്ല ഇപ്പൊ, അല്ലേ? എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ വലിയാവൂല. ഇങ്ങനെ മാറ്റം വരും. അതേസമയത്ത് അല്ലാഹുവിന് മാറ്റം ഇല്ല. അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല. അല്ലാഹു വ്യക്തമായി പറഞ്ഞതാണ്. മറ്റൊരായത്തിൽ തൗഹീദ് പഠിപ്പിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യനായി ഒരാളും ഇല്ല. ഇതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം പണ്ഡിതന്മാര് പഠിപ്പിച്ചു, അല്ലാഹു സ്ഥലകാലതീതനാണ്. നമുക്കൊക്കെ സ്ഥലവും കാലവും ഒക്കെ നിർണയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലകാലതീതനാണ്. അല്ലാഹു എല്ലാ
സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അള്ളാഹു സ്ഥലമുണ്ടെന്നാണ് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ് അങ്ങനെയും പാടില്ല. അപ്പോൾ അള്ളാഹ് മേലെയാണ് എന്നാണ് വരിക. അള്ളാഹുവിന് സ്ഥലങ്ങളില്ല, അള്ളാഹുവിന് ഭാഗങ്ങളില്ല, അള്ളാഹു സൃഷ്ടികളെ പോലെ അല്ല. ഇത് മുസ്ലിമീങ്ങളെ വിശ്വാസമാണ്. എന്നാൽ ഈ വിശ്വാസം തെറ്റാണെന്ന് സലഫി പറയുന്നു. എന്നാൽ സലഫി അത് പറയുന്നതിന് മുമ്പ് ഞാനീ പറഞ്ഞ വിശ്വാസം ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മുജാഹിദിന്റെ KLM പ്രസിദ്ധീകരിക്കുന്ന അവരുടെ അമാനി മൗലവിയും വലൈ മൗലവിയും കൂടി പുറത്തിറക്കിയ അവരുടെ ഖുർആൻ പരിഭാഷ, അതിന്റെ 4-ാം വാല്യം 3399 പേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ വെച്ച് കാണിക്കുന്നു. ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും കാണിക്കാം. എന്താണ് അദ്ദേഹം അതിൽ പറയുന്നത് കേട്ടോളൂ. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അല്ലാഹു. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അല്ലാഹു. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹ് സ്ഥലകാലങ്ങളിൽ നിന്ന് പരിശുദ്ധനാണ്. അല്ലാഹുക്ക് സ്ഥലകാലമില്ല. അല്ലാഹു തആല സൃഷ്ടികളോട് സാദൃശ്യമുള്ളവനല്ല. ഇത് മുജാഹിദിന്റെ KLM പ്രസിദ്ധീകരിക്കുന്ന അവരുടെ പരിഭാഷയിൽ പച്ച മലയാളത്തിൽ അതാ എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? അമാനി മൗലവിയുടെ തന്നെ പരിഭാഷ 1-ാം വാല്യം 233 പേജിൽ പറയുന്നു, ഏതെങ്കിലും ഒരു ഭാഗവുമായോ പ്രദേശവുമായോ അവന് പ്രത്യേകം അടുപ്പവും ബന്ധവും ഇല്ല. പിന്നെയും വിശദീകരിച്ചിട്ട് പറയുന്നു, അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അല്ലാഹു സ്ഥലകാലതീതനാണെന്നും ഒരു സ്ഥലത്തുമാണെന്ന് അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിച്ചുകൂടെന്നും മുജാഹിദിന്റെ നേതാക്കന്മാർ അവരുടെ KLM പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് കാണിച്ചത്. എന്നാ സഹോദരന്മാർ ശരിക്ക് ചിന്തിക്കണം. ഇപ്പോൾ മുജാഹിദിന്റെ മൗലവിമാര് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ മാറ്റം വരുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു കൈകെട്ടുന്ന കാര്യമല്ല, കൈകെട്ടൽ കുറച്ച് താഴെമേലിയായ വിഷയമല്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം മാറ്റം വരുത്തി. 2004 ആഗസ്റ്റ് മാസത്തെ അതാ അൽമനാറാണിത്. ഈ അൽമനാറിൽ ഇപ്പോൾ എന്താണ് മുജാഹിദുകൾ പറയുന്നത്? ഞങ്ങളെ പരിഭാഷയിൽ ഞങ്ങളെ നേതാക്കന്മാർ മുമ്പ് പഠിപ്പിച്ചത് ബാലിശമായ വാദമാണ്, അതൊക്കെ തെറ്റാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ നോക്കി വായിക്കാം കേട്ടോളൂ. അല്ലാഹുവിന് സ്ഥാനം നിശ്ചയിച്ചാൽ അവന് ശരീരം നിശ്ചയിച്ചതുപോലെയാണ്. അതിനാൽ അവൻ എവിടെയുമല്ല. ഈ വാദവും ബാലിശം തന്നെ. എങ്ങനെ? അള്ളാഹുവിനോട് കേട്ടോളി. അള്ളാഹുവിന് സ്ഥാനം നിശ്ചയിച്ചാൽ അവന് ശരീരം നിശ്ചയിച്ചതുപോലെയാണ്. അതിനാൽ അവൻ എവിടെയുമല്ല. ഈ വാദവും ബാലിശം തന്നെ. അപ്പോ അള്ള എവിടെയുമല്ല എന്ന് പറഞ്ഞാൽ അത് ബാലിശമായ വാദമാണ്. പോരാ, ഇനിയും അതേ അൽമനാറിൽ തന്നെ പറയുന്നു, അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാവുന്നു. അള്ളാന്റെ ഇരിപ്പിടം, സാധാരണ പറയും ഇരിപ്പിടം വിട്ടുപോയി എന്നെല്ലാം പറയില്ലേ, ഇവർ അള്ളാഹ് ഇരിപ്പിടം, അതാണ് പോലും അർശ്. അള്ള താമസിക്കുന്ന സ്ഥലം, അള്ള ഇരിക്കുന്ന സ്ഥലമാണ് പോലും അർശ്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. സലഫിയുടെ മോചനം ഖുർആനിലൂടെ, ഇസ്ലാമിലൂടെ, സത്യത്തിലൂടെ, അത് ശരിക്കും ആലോചിച്ചു വെച്ചോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ആശയം, അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് പറയുന്ന ആശയം, അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് പറയുന്ന ആശയം, അള്ളാഹ്ക്ക് ഇരിപ്പിടമുണ്ടെന്ന് പറയുന്ന ആശയം, ഈ ആശയത്തെ സംബന്ധിച്ച് മുജാഹിദിന്റെ നേതാക്കന്മാർ 1952 ജനുവരി മാസം അവരുടെ അൽമനാറിൽ അവർ ഫത്വ കൊടുക്കുന്നു.
അവർ പത്തുകൂട്ടുകയാണ്. ഞാനല്ല, ഞാനന്ന് ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന്റെ 7ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മുജാഹിദിന്റെ നേതാക്കന്മാർ KM മൗലവി, EK മൗലവി, PK മൗലവി, MCC മൗലവി, അലവി മൗലവി, അമാനി മൗലവി, അങ്ങനത്തെ ഈ കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തുടക്കം കുറിച്ച മൗലവിമാരില്ലേ, വക്കം മൗലവിയില്ലേ, അങ്ങനത്തെ മൗലവിമാര് ഫത്വ കൊടുക്കുന്നു. എന്താ ഫത്വ? അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്, അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്. പേരോടല്ലേ പറഞ്ഞത്, മറിച്ച് മുൻകാല മൗലവിമാരെ ഫത്വയാണ്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം, നിങ്ങൾ സ്ക്രീനിൽ വായിച്ചോളൂ. അൽമനാർ 1952 ജനുവരി. അതിലെന്താ പറയുന്നത്? മുബത്തദി കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ആർക്ക്? അല്ലാഹുവിന്റെ ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അല്ലാഹുവിന് ജഡമുണ്ടെന്ന് വിശ്വസിച്ചാലും, രൂപമുണ്ടെന്ന് വിശ്വസിച്ചാലും, ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാലും, സ്ഥലം ഉണ്ടെന്ന് വിശ്വസിച്ചാലും അവൻ മുബത്തദി കാഫിർ, അവിശ്വാസിയായ അനാചാരിയാണെന്ന് മുജാഹിദിന്റെ അൽമനാറിൽ 1952 ജനുവരി 20 നേതാക്കന്മാര് ഫത്വ കൊടുത്തു വെച്ചിരിക്കുന്നു. സഹോദരന്മാരെ, സുന്നികളായ നമ്മൾ ആരെയും കാഫിറാക്കുന്നവരല്ല. പക്ഷേ മുജാഹിദിന്റെ നേതാക്കന്മാർ അവരുടെ പിൻഗാമികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഫത്വ കൊടുത്തു വെച്ചിരിക്കുന്നു. അള്ളാഹ്ക്ക് സ്ഥലമുണ്ട്, അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അവർ കാഫിറുകളാണ്. ഇത് നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കണം. ഞാനിത് വെറുതെ പറയല്ലോ, ഓരോന്നും കയ്യിലുണ്ട്, ഓരോന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്റെ വകയിൽ ഞാനൊന്നും പറയുന്നില്ല. ഇനി സഹോദരന്മാരെ, നാദാപുരത്ത് വന്നിട്ട് നമ്മുടെ സലഫി ചെയ്ത പണി എന്താണ്? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഗുന്യത്തിൽ അവർ പറയും പോലെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുപടി, അതിന്റെ CD നിങ്ങൾ കേട്ടു നോക്കണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുന്യത്തിൽ അവര് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല. ഗുന്യത്തിൽ ചില ആളുകൾ പിൽക്കാലത്ത് ചില തിരിമറികൾ നടത്തി അതിൽ ചില സംഗതികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഫതാവുൽ ഹദീസിൽ രേഖപ്പെടുത്തിയത് ഞാൻ ആ കിതാബ് സഹിതം നേരത്തെ എന്റെ CD-യിൽ കാണിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവരുദ്ധരിക്കുന്ന ഗുന്യത്തുണ്ടല്ലോ, തിരിമറി നടന്ന ഗുന്യത്തിൽ, ആ ഗുന്യത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഇടക്കിടക്കുണ്ട്. ഇടയ്ക്ക് മറ്റു ചിലത് തിരികെ കയറ്റിയതാണ്. എന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാം, ലാ അലാ മാനൽ ഖുഊദി വൽ മുമാസതി കമാ ഖാലത്തുൽ മുജസ്സിമത്തു വൽ കറാമിയ്യ. അല്ലാഹുവിന് ജഡമുണ്ടെന്ന് വാദിക്കുന്നവരുടെ വാദമാണ് അല്ലാഹ് അർശിന്റെ മേൽ ഇരിക്കുന്നു എന്ന വാദം. അതേ, അല്ലാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന വാദം. അത് അല്ലാഹുക്ക് ജഡമുണ്ടെന്ന് വാദിക്കുന്നവരുടെ വാദമാണ്. ആ അർത്ഥപ്രകാരം അല്ലാഹു തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് പറഞ്ഞിട്ടില്ല. മുഹീദ്ദീൻ ശൈഖിന്റെ വാചകം കിതാബുൽ ഗുന്യത്തിൽ തന്നെ കാണാം. ഇങ്ങനെ അള്ളാഹ്ക്ക് ഭാഗം തൂതി വിശ്വസിച്ചാൽ കാഫിറാവുന്നതാണ് മുജാഹിദിന്റെ നേതാക്കന്മാരും അവർ അൽമനാറിലും പരിഭാഷയിലും പറഞ്ഞതെങ്കിൽ ഇപ്പൊ പറയുന്നത് അള്ളാഹ് നീതിയാണ്. അതിന് അത് മാനവ മോചനത്തിന് വേണ്ടി പുതിയ വിശ്വാസമാണ്. അതാണ് അവന്റെ സലഫി മോചനത്തിന് വേണ്ടി നമ്മൾ ഖുർആന്റെ വിശ്വാസം പഠിപ്പിക്കാണ്. അത് ഇതൊക്കെ അവനെ പുതിയ എടുത്തവനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്യുന്നതമായ ഏഴാകാശത്തിന്റെയും മീതെയാണുള്ളതെങ്കിലും, സർവലോക രക്ഷിതാവ് എല്ലാത്തിന്റെയും മുകളിലാണുള്ളതെങ്കിലും, ആ നാഥൻ, മുകളിലുള്ള നാഥൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ എല്ലാവരെ സംബന്ധിച്ചും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവരോടൊപ്പം തന്നെയുണ്ട്. കേട്ടില്ലേ? അള്ളാഹ് അറിയല് മാത്രമല്ല കേട്ടോ, അള്ളാഹ് നീതിയാണുള്ളത് ഒന്ന്. എന്നിട്ട് അള്ളാഹ് മനസ്സിലാക്കലുണ്ട്. അള്ളാഹ്ക്കൊരു മനസ്സുണ്ട്. ഞമ്മക്കെല്ലാം ഒരു മനസ്സുണ്ടല്ലോ, മനസ്സ്, ഹൃദയം. അതുകൊണ്ട് അള്ളാഹ്ക്കൊരു മനസ്സുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹ് മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പോലും. ഏത് ഖുർആനിലാണ് അങ്ങനെയുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? സുബ്ഹാനല്ലാഹ്,
സാധാരണ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കുറെ ആയത്തുകൾ, അങ്ങനത്തെ ഒരായത്ത് പോലും ഓ സഹോദര ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്നൊരു വാചകം പോലും അല്ലാഹുവിന് മനസ്സുണ്ട് എന്നതിന് കാണിക്കാൻ സാധ്യമല്ല. മറ്റു പറയുന്നതും ദുർവ്യാഖ്യാനം തന്നെ. ഇത്തരത്തിലുള്ള അറിവില്ലാത്ത മൗലവിമാരെ സംബന്ധിച്ചും അവരെ പോലുള്ളവരെ സംബന്ധിച്ചും അള്ളാന്റെ ഖുർആൻ പറയുന്ന ഒരു കാര്യം ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയാണ്. അല്ലാഹു പറയുന്നു, ഫമൻ അളിലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽം. ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ, അല്ലാഹുവിന്റെ മേൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന, അല്ലാഹുവിന്റെ പേരിൽ ഇല്ലാത്ത കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ഈ കക്ഷികളെക്കാൾ അക്രമി ആരാണ്? എന്തിനാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ കള്ളം പറഞ്ഞുണ്ടാക്കുന്നത്? ഖുർആൻ തന്നെ പറയുന്നു, ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞുണ്ടാക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. അല്ലാഹുവിന് മനസ്സുമുണ്ട് പോൽ, അല്ല മീതയാണ് പോൽ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വാണിമേലിൽ പ്രദേശത്തു നിങ്ങളെ വല്ല പ്രസംഗത്തിലോ ക്ലാസ്സിലോ പോകട്ടെ, ഒരു 25-30 കൊല്ലം മുമ്പ് മുജാഹിദായ പലരും ഈ രാജ്യത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരാശയം നിങ്ങളെ നേതാക്കന്മാര് മുമ്പ് പറയുന്നു, നിങ്ങൾ കേട്ടിരുന്നോ? ഒരു 30 കൊല്ലത്തിനിടക്ക് അല്ലാഹുവിന് വല്ല മാറ്റവും ഉണ്ടോ? അല്ലാഹു ഖദീമല്ലേ, മാറ്റമില്ലാത്തവനല്ലേ? എന്റെ അല്ലാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനൊരു പുതിയ തീരുമാനം ഈ മൗലവിമാരെടുക്കാൻ എന്താണ് കാരണം? നിങ്ങൾ ശരിക്കും ആലോചിക്കൂ. 952 അൽമനാറിൽ അതേ ഇങ്ങനെ വിശ്വസിക്കുന്നവർ കാഫിറാണെന്നല്ലേ എം മൗലവി പറഞ്ഞത്, ഇ കെ മൗലവി പറഞ്ഞത്, MC മൗലവിമാര് പറഞ്ഞത്, അലൈ മൗലവിയും അക്കം മൗലവിയും പറഞ്ഞത്. ഈ പറഞ്ഞ കക്ഷികൾ അവരൊക്കെ ആരാ? അവരൊക്കെ മുജാഹിദിന്റെ നേതാക്കളല്ലേ? എന്നിട്ട് എന്റെ ഇപ്പോൾ ഒരു മാറ്റം, അല്ലാഹുവിന് മാറ്റമുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഒരു മുസ്ലിമിന് ഇവരാശയത്തിൽ നിൽക്കാൻ നിവൃത്തിയുണ്ടോ? ഇനിയൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളെ സലഫി പറയുന്നുണ്ട്, മോചനത്തിന്റെ CD പറയുന്നുണ്ട്, മുസ്ലിംമാരെ വിശ്വസിക്കാൻ പാടില്ല. എന്താ കാരണം? അപ്പൊ ഇവരെ കണ്ടുപിടിച്ചിട്ടായി പോകും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ ഒന്നാമത്തെ വിഷയമായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച കാര്യം എന്താണ്? വല്ലദീന ആമനൂ ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ വ്യതിചലിച്ചപ്പോൾ സംഭവിച്ച അബദ്ധങ്ങളും ആ വിശ്വാസത്തിൽ വ്യതിചലിച്ചപ്പോൾ പോയി വീണ കുഴികളുമാണ് നിങ്ങൾ കാണുന്നത്. ഇനി രണ്ടാമത് അല്ലാഹു പറഞ്ഞത് എന്താണ്? വഅസ്സറൂഹു, വിജയിക്കണമെങ്കിൽ, മോചനം ലഭിക്കണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവൻ മോചിതനാവുകയില്ല. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? മോചനത്തിന്റെ പേരിൽ സലഫി ഇറക്കിയ CD, ആ CD-യിൽ അദ്ദേഹം ഒരായത്ത് ഓതുന്നു. എന്നിട്ട് എന്തെല്ലാമാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ശരിക്കും നിങ്ങളൊന്ന് കേൾക്കുക. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരായത്താണ്. എന്താണ് അല്ലാഹു പറയുന്നത്? വലഖദ് ഖലഖനൽ ഇൻസാന, നിശ്ചയമായി നമ്മൾ മനുഷ്യന്മാരെ സൃഷ്ടിച്ചു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷയങ്ങളും അല്ലാതെ മന്ത്രിക്കുന്ന കാര്യങ്ങളും നമ്മൾ അറിയും നബിയേ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ആ നമ്മൾ അവനുമായി അവന്റെ നാടിനരമ്പിനേക്കാൾ അടുത്തവരാണ്. അഥവാ അല്ലാഹു ജല്ല ജലാലുഹു അറിയാത്ത ഒന്നുമില്ല. അല്ലാഹ് സ്വന്തമായി അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്.
അള്ള എല്ലാം അറിയുന്നവനാണെന്ന് പറയുന്ന റബ്ബ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അള്ള എല്ലാറ്റിനും സ്വന്തമായി കഴിവുള്ളവനാണ്. നമ്മളെ അറിവും കഴിവുമൊക്കെ അള്ള തരുന്നത് കൊണ്ടാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ അറിവും കഴിവും സ്വന്തമായുള്ളതാണ്. അത് പരിപൂർണമാണ്. ഇത് അല്ലാഹു പറയുന്നു. ആ അള്ള തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ള ഉദ്ദേശിക്കുന്നവർക്ക് അള്ള കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നവനാണ്. അതേ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ശരിക്കും മനസ്സിലാക്കണം. അതേ അള്ള നമ്മളെ പഠിപ്പിക്കുന്നു. നബി തങ്ങൾക്കറിയാത്ത പല സംഗതികളും തങ്ങൾക്ക് നമ്മൾ അറിയിച്ചു തന്നു. നബി അങ്ങയ്ക്ക് തന്ന തരൽ ഭയങ്കരമാണ്. നബി മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ അല്ല. ഇതൊക്കെയും ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. എന്നാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും മൂടി വെച്ചിട്ട് അതാ നമ്മളെ സലഫി പറയുന്നു, മനസ്സിന്റെ ഉള്ളിലുള്ളത് അള്ള അറിയുന്നതാണ് ഖുർആനിലുള്ളത്. അള്ള ആർക്കും അറിയിച്ചു കൊടുക്കൂല എന്ന് അള്ള ഒരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മൗലവി ഈ ആയത്തോടിയിട്ട് പറയുന്നത് എന്താണ്? ഖുർആൻ അള്ള പറഞ്ഞിരിക്കുന്നു മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവനാണ് ഞാനിത് അള്ള അവകാശപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വേറെ ആർക്കും മനസ്സിലുള്ളത് അറിയാൻ കഴിയൂല. ഭയങ്കര കണ്ടുപിടുത്തം. അള്ള അറിയുമെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരെന്താ മനസ്സിലാക്കാൻ അറിയൂ? ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുക അള്ള അറിയൂലേ? എന്നാൽ മനസ്സിലുള്ളത് അള്ള അറിയുമെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിയിച്ചു കൊടുക്കാനുള്ള അധികാരം അല്ലാഹുവിനുണ്ട്. അതിനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരും അറിയും. എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഇതുവരെ മനസ്സിലാക്കുക? അള്ള അറിയും എങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിയിച്ചു കൊടുക്കാൻ അവൻ അധികാരവും അവകാശവും ഉണ്ട്. അവൻ അതിന് കഴിവുള്ളവനാണ്, അതിന് പ്രാപ്തിയുള്ളവനാണ്. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. പക്ഷെ സലഫി പറയുന്നത് മനസ്സിലുള്ളത് അള്ളല്ലാത്ത ആർക്കും അറിയാൻ കഴിയൂല. ഇനി അതാണ് നീ കേൾപ്പിക്കുന്നത്. കേട്ടോളൂ. എന്നിട്ടോ മനസ്സിലുള്ളത് അറിയുന്ന മഹാന്മാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലുള്ള മനുഷ്യന്മാരെ മനസ്സിലുള്ള 100 കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുത്ത എത്രയെത്ര സംഭവങ്ങൾ ബുഖാരിയിലുണ്ട്, എത്രയെത്ര സംഭവങ്ങൾ മുസ്ലിമിലുണ്ട്. പക്ഷേ മൗലവി മോചനത്തിന്റെ പേര് CD ഇറക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് കുഫ്റിലേക്ക് മോചനം കൊണ്ടുവരുന്നു. സലഫി പറയുന്നു, ശരിക്ക് കേട്ടോ, ഒരിക്കലെങ്കിലും മനുഷ്യന്മാരെ മനസ്സിലുള്ളത് ഞാൻ അറിയുമെന്ന് മുഹമ്മദ് നബി അവകാശപ്പെട്ടിട്ടില്ല. എന്നിട്ട് അയാൾ പറയാണ് അതെനിക്കറിയാത്തത് കൊണ്ടാണ്. മനസ്സിലുള്ളത് അറിയാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല, എനിക്കറിയാത്തത് കൊണ്ടാണ് എന്നയാൾ പറയുന്നത് കേട്ടിട്ട് അതിന്റെ മറുപടി ഞാൻ ബുഖാരിയിലെ ഹദീസുകൾ ഉദ്ധരിച്ച് പറയാം. ഒന്ന് ശരിക്ക് കേട്ടോളൂ. പുന്നാര നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്നവരുടെ മനസ്സകത്തിലുള്ളത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അവകാശപ്പെട്ടിട്ടില്ല. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. ഒരാളുടെ മനസ്സ് വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും സാധിക്കില്ല. കേട്ടില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ മുഹയ്യിദ്ദീൻ സുഹൃത്തുക്കളുടെ കറാമത്ത് പാടാറുണ്ടല്ലോ. അത് ശിർക്കാണ് എന്ന് ധരിച്ചു തീർക്കാൻ വേണ്ടി മൗലവി നബിയെ നിസാരപ്പെടുത്തുന്നത് കണ്ടോ നിങ്ങൾ? ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല പോലും. എന്നിട്ട് അയാൾ പറഞ്ഞ എന്താണ്? അത് എനിക്കറിയാത്തത് കൊണ്ടാണ്. നാട്ടിൽ നിന്ന് മെല്ലെ അങ്ങ് ഷാർജയിലേക്ക് പോയിട്ട് മുഹയ്യിദ്ദീൻമാരെ മെല്ലെ മുമ്പ് ചെറുപ്പത്തിൽ മനഃപ്പാഠമാക്കിയത് അത് പാടിയിട്ട് പ്രസംഗിച്ചാൽ
ബുഖാരിയിലുള്ള വിവരം അറിയാൻ കഴിയോ? മുസ്ലിമിലുള്ള കാര്യം അറിയാൻ കഴിയോ? ഈ മുസ്ലിം സഹോദരിമാർ ഇയാളെ കീടി കേൾക്കുമ്പോ പാട്ട് കേട്ടിട്ട് അയാൾ പറഞ്ഞു ശരിയാണോ എന്ന് തെറ്റിദ്ധരിച്ചാൽ പറ്റുമോ? അതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ പറയുന്ന ഹദീസ് ഓരോന്നോരോന്നും കേട്ടോളൂ. അതിന്റെ ഹദീസ് മാത്രം ഞാൻ പ്രസംഗിച്ചാൽ 1 മാസം പ്രസംഗിച്ചാൽ തീരില്ല. ഇപ്പോൾ ഒരു 2-3 ഹദീസ് മാത്രമേ ഞാൻ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുള്ളൂ. കേട്ടോളൂ. സഹീഹുൽ ബുഖാരിയിലെ 418 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സത്യം ചെയ്തു പറയാണ്. കാരണം സെലഫി വരുമെന്ന് നേരത്തെ അറിഞ്ഞ മാതിരിയുണ്ട്, ഒരു നിഷേധിക്കുന്നവൻ വരുമെന്ന് അറിഞ്ഞ മാതിരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി സത്യം പറഞ്ഞ് സത്യമിട്ട് പറയാണ്, അല്ലാഹ് തന്നെയാണ് സത്യം, മാ യഖ്ഫാ അലയ്യ ഖുശൂഉകും, നിങ്ങളുടെ ഭക്തി എനിക്ക് അവ്യക്തമല്ല, നിങ്ങളെ മനസ്സിലുള്ള ഭക്തി എനിക്ക് അറിയാത്ത സംഗതിയല്ല, അത് ഞാൻ അറിയുന്ന സംഗതിയാണ്. വലാ റുകൂഉകും, നിങ്ങൾ കുനിയുമ്പോൾ റുകൂഉ ചെയ്യുന്നതും ഞാൻ അറിയാതെയല്ല. ഇന്നി ലറാകും മിൻ വറാഇ ദഹ്രി, ഞാൻ മുന്നോട്ട് നോക്കി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളെ റുകൂഉ ഞാൻ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി സഹോദരന്മാരെ കണ്ടോളൂ, ബുഖാരിയിൽ തന്നെ ഇനിയും കണ്ടോളൂ നിങ്ങൾ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ മനസ്സിൽ ഈമാനുണ്ടോ ഇല്ലേ തിരിച്ചറിയുകയാണ്. അതല്ലേ യുദ്ധം നടക്കുന്നു. ബുഖാരിയിലെ 4203 നമ്പർ ഹദീസ്. എന്താണ് ആ ഹദീസിലുള്ളത്? യുദ്ധം നടക്കുകയാണ്. ആ ഖൈബർ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിം സൈന്യത്തിലുള്ള ഒരാൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഹാദാ മിൻ അഹ്ലിന്നാർ, ഇയാൾ നരകക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാളെ പറ്റിയാ പറയുന്നത്, ഇയാൾ നരകക്കാരനാണ്. സഹാബത്തിന് അത്ഭുതം തോന്നി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. സുബ്ഹാനല്ലാഹ്, എത്ര മുറിയാണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ ശത്രുക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ പോയ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ശത്രുക്കൾ എത്രയാ മുറിവേൽപ്പിച്ചത്. അപ്പൊ ചിലർക്കൊരു സംശയം, നബിയല്ലേ പറഞ്ഞത് നരകത്തിലാണ്, നമ്മളെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് എത്ര മുറിയായാക്ക് പറ്റിയത് എന്നൊരു സംശയം എത്തിയെന്നല്ല, എത്താൻ അടുത്തായി എന്നാണ് ഹദീസിലുള്ളത്. സംശയിക്കാൻ അടുത്തെത്തിപ്പോയി. അപ്പോൾ അതാ ആ മനുഷ്യൻ വീണ് കിടക്കുന്ന സ്ഥലത്ത് വെച്ച് സ്വന്തം കയ്യിലുള്ള ആയുധം അദ്ദേഹം കയ്യിലുള്ള ആയുധം എടുത്തിട്ട് അവസാനം അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരം അങ്ങ് അറുത്തു. എന്റെ സ്വന്തം ശരീരത്തിലേക്ക് ആയുധം ഉപയോഗിച്ച അയാൾ സ്വന്തം തന്നെ ആത്മഹത്യയിലെന്ന് ചത്തു. അപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഓടിച്ചാടി വന്ന് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സദ്ദഖല്ലാഹു ഹദീസക, തങ്ങളുടെ ഹദീസ് സത്യമാണെന്ന് അല്ലാഹു പുലർത്തിയിരിക്കുന്നു നബിയേ. ആ പറഞ്ഞ മനുഷ്യൻ സ്വന്തം ശരീരത്തിൽ ആത്മഹത്യ ചെയ്ത് മരിച്ചിരിക്കുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം, യാ ഫുലാൻ, എഴുന്നേൽക്കണോ, ഉടനെ ഉറച്ചു വിളിച്ചു പറ, അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, സ്വർഗ്ഗത്തിൽ ഈമാനുള്ളവരല്ലാതെ കടക്കൂല എന്നങ്ങ് വിളിച്ചു പറഞ്ഞേ. മോശക്കാരായ മനുഷ്യർ മുഖേനയും അല്ലാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തിയേക്കും, ഈമാനുള്ളവരല്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞു. കണ്ടോ നിങ്ങൾ, കൂടെ യുദ്ധത്തിന് പോകുന്ന മനുഷ്യന്റെ മനസ്സിന് ഈമാനില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ പറഞ്ഞത് നരകത്തിലാണെന്ന്. മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടത് ആത്മഹത്യ ചെയ്ത് മരിച്ചപ്പോഴാണ്. സഹീഹുൽ ബുഖാരിയിലെ 4203 നമ്പർ ഹദീസ്.
ഇനിയും കേൾക്കണോ ബുഖാരിയുടെ ഹദീസ്? ബുഖാരി ഓതാതെ, മുസ്ലിം പഠിക്കാതെ, ഹദീസ് പഠിക്കാതെ മോചനമാണ് പോൽ. എന്ത് മോചനം? ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്കുള്ള മോചനമാണോ? ഈമാനിൽ നിന്ന് നിഫാഖിലേക്കുള്ള മോചനമാണോ? ഏത് മോചനമാണ് സലഫിയുടെ മോചനം? ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇനിയും നോക്കോളൂ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വീട്ടിൽ ചെന്നു. അവിടെ ചെറിയൊരു സദ്യ ഒരുക്കി. ആ സദ്യക്ക് വേണ്ടി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്ന സമയത്ത് സദ്യ ഒരുക്കി. അപ്പൊ നബി തങ്ങൾ വീട്ടിൽ വന്നു എന്ന് കേട്ടപ്പോ തൊട്ടടുത്തുള്ള എല്ലാ മോമിനീങ്ങളും അവിടെ ഓടിയെത്തി. എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ അതാ ചോദിക്കുന്ന ഒരാൾ, അതിലെ മാലിക് ഇബ്നു ദുഹ്സുൻ. മാലിക് ഇബ്നു ദുഹ്സുൻ എവിടെ? അയൽവാസിയായ മാലിക് ഇബ്നു ദുഹ്സിനെ കാണുന്നില്ല. ഫഖാല ബഅദുഹും ദാലിക മുനാഫിഖുൻ ലാ യുഹിബ്ബുല്ലാഹ വറസൂലഹു. അപ്പൊ ഒരാൾ പറഞ്ഞു, അയാൾ കപട വിശ്വാസിയാണ്, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാത്ത ആളാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നാട്ടിൽ വന്ന് അറിഞ്ഞിട്ട് എന്ത് അയാൾ വരാതിരുന്നത്? അയാൾക്ക് വിശ്വാസമില്ല എന്നൊരാളെന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ശരിക്കും നോക്കണം നിങ്ങൾ. ആ സദസ്സിലുള്ളവരെ മനസ്സ് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ വായിക്കുന്നത്, സദസ്സിലില്ലാത്തവരുടെ മനസ്സ് വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ തഖുൽ, അങ്ങനെ പറയല്ലടോ, അങ്ങനെ പറയല്ല, ഒരാളെ പറ്റി മുനാഫിഖാണെന്ന് പറയല്ല. അലാ തറാഹു, നീ കാണുന്നില്ലേ? ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുരീദു ബിദാലിക വജ്ഹല്ലാഹ്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത അയാൾ പറഞ്ഞതുപോലെ നാം കൊണ്ട് പറഞ്ഞതല്ല. യുരീദു ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ് അദ്ദേഹം. ആര്? മാലിക് ഇബ്നു ദുഹ്സൻ എന്ന് പറയുന്ന മഹാൻ അല്ലാഹുവിന്റെ വജീനെ കരുതി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്. ഉടനെ തന്നെ സഹാബത്ത് പറയുന്നത്, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അല്ലാഹുവും റസൂലും ഏറ്റവും വിവരമുള്ളവർ തന്നെ. സദസ്സിൽ പങ്കെടുക്കാത്ത വ്യക്തിയുടെ മനസ്സിൽ ഈമാനുണ്ടെന്ന്, അല്ലാഹുവിന്റെ വജീനെ കരുതിയ ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ബുഖാരിയിലെ 5401 നമ്പർ ഹദീസാണ്. സലഫികളെ, നിങ്ങൾ സലഫിയിൽ നിന്ന് മോചനം വേണോ? സൃഷ്ടാവിന്റെ സന്ദേശമാ പറയുന്നത്, സൃഷ്ടാവിന്റെ പ്രവാചകന്റെ സന്ദേശമാ പറയുന്നത്. അത് കൈയൊഴിച്ചതാണ് നാശം മുഴുവനും കേട്ടോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മനസ്സിലുള്ളത് മാത്രമല്ല, ഒളിപ്പിച്ചു വെച്ചതൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞ എത്ര സംഭവങ്ങളാണ്. കണ്ടോ? ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു വീട്ടിൽ ചെല്ലുന്നു. ഭാര്യ ഉമ്മു സുലൈമിനോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണം. ഉടനെ പത്തിരി ചുട്ടു. ആ പത്തിരി ചെറിയൊരു പൊതിയിലാക്കി അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. ആരും കാണാതെ അതിങ്ങനെ തുണി കൊണ്ടൊക്കെ കൂടി മടക്കി ചുരുട്ടി ആരും കാണാതെ കയ്യിൽ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലേക്ക് ഭക്ഷണവും കൊണ്ട് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്തുള്ളത് എവിടെയാണ്? ബുഖാരിയിലെ 3578 നമ്പർ ഹദീസാണ്. ഫവജദതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി ഞാനെങ്കിൽ ചെല്ലും അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലാണ്. വീട്ടിൽ വെച്ച് നടന്ന ഈ സംഭവങ്ങളൊന്നും തന്നെ സാധാരണ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന സംഭവമല്ലല്ലോ. ഫഖുംതു അലൈഹിം, അവരടുക്ക പോയി ഞാനവിടെ നിന്നു. എന്റെ അപ്പ ശരിക്കും മനസ്സിലാക്കണേ. ഫഖുംതു അലൈഹിം, ഞാൻ അവരുടെ അടുക്കൽ പോയി നിന്നു. അലാന്ന് കാണുമ്പോഴേക്ക് മേലെ നർത്തം വെക്കല്ലേ, അങ്ങനെയാണ് നമ്മളെ കൈ വെച്ച് മേലോട്ട് കയറിപ്പോയത്. അലാ ഫദ്രിഹി എന്ന് കണ്ടപ്പോ കൈ എന്തായി മേലേക്ക് കയറ്റി. ഇമാമികൾക്കൊന്നും മനസ്സിലായിട്ടില്ല വിചാരിച്ചു. അറബി ഭാഷ അറിഞ്ഞൂടായിട്ടാ സാധുക്കൾക്ക്, പോട്ടെ. അപ്പൊ ഫഖുംതു അലൈഹിം എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ പോയി ഞാൻ നിന്നു. അലാക്ക് അടുക്കൽ എന്നും അർത്ഥമുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ഞാൻ അടുക്കൽ പോയി നിന്നു. നിന്നപ്പോഴെന്തുണ്ടായി? ഞാൻ അവരടുത്ത് പോയി ഇങ്ങനെ നിന്നിട്ടേ ഉള്ളൂ. ഉടനെ ഫഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിക്കാണ്, അർസലക അബൂ തൽഹ, അബൂ തൽഹ അയച്ചതല്ലേ അനസേ? അബൂ തൽഹ അയച്ചതല്ലേ അനസേ? ഫഖുൽതു നഅം, അതേ നബിയെ.
ഭക്ഷണം കൊണ്ടയച്ചതല്ലേ അനസേ? ഭക്ഷണം കൊണ്ടയച്ചതല്ലേ അനസേ? ഞാൻ പറഞ്ഞു അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലിമമ്മാഹ കൂടുള്ളവരോട് ഖൂമു ശരി നടക്കി ഫന്തലഖ നബിതങ്ങൾ നടന്നു, ഞാനും തങ്ങളുടെ കൂടെ നടന്നു, അവരും നടന്നു. നേരെ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ പോയി. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹുവിനെ കാണുന്നത് നബിയും സഹാബികളൊക്കെ കൂടി വീട്ടിലേക്ക് വരികയാണ്. ആകെ ഒരാൾക്ക് തിന്നാനുള്ള പത്തിരി ചെറുങ്ങനെ ആരും കാണാണ്ട് ചുറ്റി കൊടുത്തയച്ചതാണ്. ഈ കൊടുത്തയച്ച പത്തിരി കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഇങ്ങോട്ട് ചോദിച്ചിട്ട് നബിയും സഹാബികളൊക്കെ ഒന്നായിട്ട് പേർക്കുകയാണ്. ഉടനെ തന്നെ മുസ്ലിം ബീവിയുടെ അബൂ തൽഹ പറഞ്ഞു റസൂലുള്ളാഹി സഹാബികളൊക്കെ വന്നുപോയി, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മളെത്തില്ലല്ലോ, എല്ലാവരും കൂടി വീട്ടിലേക്കാ വരുന്നു. ഫഖാലത്ത് അല്ലാഹു വറസൂലുഹു യഅലമൂ. അയ്യുമ്മാന്റെ ഈമാന് കണ്ടോ ചലതിക്കതുണ്ടായില്ല. അല്ലാഹുവിനും റസൂലിനും ഭാവി അറിയാം, നമ്മൾ ബേജാറാകേണ്ടതില്ല. അങ്ങനെങ്കിൽ നമ്മളെ പിറക്കി വരുന്നുണ്ടെങ്കിൽ എന്താകുമെന്ന് നമ്മൾ ബേജാറാകേണ്ടതില്ല. അത് അല്ലാഹ്ക്കറിയാം, റസൂലുള്ളാഹിക്കറിയാം. അതാ ഉമ്മ പറയുന്ന അല്ലാഹു വറസൂലുഹു യഅലം. فانطلق أبو طلحة لقي رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ ദൂരത്തിൽ വരുന്നത് കണ്ടപ്പോ അബൂ തൽഹ പോയി സ്വീകരിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? റസൂലുള്ള പറഞ്ഞു ഹലുമ്മി യാ ഉമ്മ സുലൈമാൻ, മുസ്ലിമേ നിന്റെ അടുക്കലുള്ള വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവാ. അങ്ങനെയുള്ള പത്തിരി ഇങ്ങോട്ട് കൊണ്ടുവന്നു. فقال رسول الله صلى الله عليه وسلم أمر به رسول الله صلى الله عليه وسلم فقطع. അതേ റസൂലുള്ള പറഞ്ഞു അതൊന്ന് കഷ്ണം കഷ്ണമാക്കി മുറുക്കി. എന്നിട്ട് മുസ്ലിം നുക്കത്തം പാദമത്തു. എന്നിട്ട് അതിനൊരു ചെറിയ കറിയൊഴിച്ച് ഒരു ചെറിയ സാൽമയും അതിനങ്ങോട്ട് ഒഴിച്ച് എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഉദ്ദേശിച്ച എന്തോ ഒരു മന്ത്രം അല്ലാഹുവിന്റെ റസൂൽ അതെന്ന് മന്ത്രിച്ചു. ഖാല പിന്നെ പത്താളോട് കയറിയിരിക്കാൻ പറ. 10 ആളുകളെ ഇരുത്തി അതിനും അവർക്ക് സമ്മതം കൊടുത്തു. അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. വിശപ്പും മടങ്ങി അവര് വയറ് നിറഞ്ഞു. ചുമ്മ കറച്ചു അവര് പുറപ്പെട്ടു. പിന്നെ പറഞ്ഞു മറ്റു 10 ആളുകളോട് വരാൻ പറ. 2ാം ബേച്ച് അവരെ 10 ആളെ പിന്നെയും വിളിച്ചു. അങ്ങനെ ബേച്ചിലേറ്റാക്കി വിളിച്ചു. 70ഓ 80ഓ ആളുകളുണ്ട്. എല്ലാവരും അവരൊറ്റ ഭക്ഷണവും തന്നെ കഴിച്ചു. എല്ലാവരുടെ വിശപ്പും മടങ്ങി. ഒരാൾക്ക് മാത്രം തിന്നാനുള്ള ഭക്ഷണം അതവിടുത്തെ ഒരു ഉമിനീര് ചേർന്നുകൊണ്ടുള്ള അവിടുത്തെ തൊള്ളയിലുള്ള വായു കൊണ്ട് അതാ അവിടുന്ന് ഒരു മന്ത്രമെന്ന് തോന്നിയപ്പോൾ അതിന് വർധനമുണ്ടാകുമെന്ന പിൽക്കാലത്ത് വരുന്ന കാര്യവും അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ സഹോദരന്മാരെ ബുഖാരിയിലുള്ള ഹദീസുകളാണ്. പക്ഷെ ഒരു ബുഖാരി നമ്മളെ സലഫി അംഗീകരിക്കില്ല, ഒരു ഖുർആനും അവർ അംഗീകരിക്കില്ല. അവർ അല്ലാഹുവിന്റെ ദീനിൽ അതാ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിസ്സാരപ്പെടുത്തുകയാണ്. നബി തങ്ങൾക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല. എന്നാ സഹോദരന്മാരെ ഇനിയും എത്രയുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു പശു സംസാരിച്ചു. അപ്പൊ സഹാബത്തിനോട് ചോദിച്ചു ബഖറത്തുൻ തതകല്ലമു, പശു സംസാരിക്കുമോ? പശു സംസാരിക്കുമോ? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഉമിനു ബിദാലിക, ഞാനതുകൊണ്ട് ഈമാൻ കൊണ്ടു. അബൂബക്കർ ഉമറും ഈമാൻ കൊണ്ടിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ മനസ്സിലുള്ള വിശ്വാസം, റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ഈമാൻ അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്. ബുഖാരിയിലെ 3663 നമ്പർ ഹദീസ്. ഇങ്ങനെ ഇനിയും എത്രയുണ്ട് പറയാ. മൗലവി പറയുന്ന മനസ്സിലുള്ളത് അറിയാൻ എനിക്ക് കഴിയില്ല പോൽ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി അതിനൊരു തെളിവ് പറയുന്നു. അതാ വലിയ ഭയങ്കര തെളിവല്ലേ? എന്താ മൗലവിന്റെ തെളിവ്? മൗലവി പറയുന്നത് കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തർക്കം കൊണ്ടുവന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് പോൽ എന്ത്, എനിക്ക് ഇത് യാഥാർത്ഥ്യമൊന്നും അറിയാൻ കഴിയില്ല, അതുകൊണ്ട്
ഞാൻ എന്തെങ്കിലും ഒരു വിധിയെല്ലാം കണ്ട് വിധിക്കും. അപ്പൊ അതനുസരിച്ചൊന്നും നിങ്ങൾ പോകാൻ പറ്റൂല എന്ന രൂപത്തിൽ പറയാറുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ശുദ്ധമായ കളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കത്രേ അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞതായി ആ ഹദീസിൽ ഇല്ലേ ഇല്ല. അത് നബിയുടെ പേര് കളവ് പറഞ്ഞതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ കേസുമായി വരുന്ന വാദിയും പ്രതിയുമൊക്കെ തർക്കിക്കുകയാണ്, വാദിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ വാചാലത കൊണ്ട് കാര്യം സമർത്ഥിക്കുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഞാനും ഒരു മനുഷ്യനാണ്. ഇന്നമാന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വാക്ചാതുരിയുള്ള വാക്സാമർത്ഥ്യമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ അവന് അനുകൂലമായി വിധിച്ചേക്കും. എനിക്കതിനല്ലേ കഴിയൂ. അങ്ങനെ ആരുടെയെങ്കിലും അവകാശത്തെ മറ്റാരെങ്കിലും അവരുടെ വാക്സാമർത്ഥ്യം കൊണ്ട് എന്റെ മുമ്പിൽ വെച്ച് തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. അങ്ങനെ എന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും വല്ല ആനുകൂല്യവും പറ്റുന്നുണ്ടെങ്കിൽ നരകത്തിയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് അവൻ നേടിയെടുക്കുന്നത് എന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ മനസ്സ് വായിച്ച ധാരാളം ഹദീസുകൾ ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചു. അതൊന്നും അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. മൂപ്പർ ഈ ഹദീസിൽ നിന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നബിക്ക് അറിയില്ല, കഴിയില്ല. എന്നാ പച്ചക്കള്ളമാണ് പറഞ്ഞത്. എനിക്കതിനല്ലേ കഴിയൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ആ ഹദീസിൽ പറഞ്ഞിട്ടേ ഇല്ല. അത് പച്ചക്കള്ളം. പിന്നെന്താ ഉള്ളത് ഞാൻ പറഞ്ഞു തരാൻ ശരിക്കും പഠിച്ചു വെച്ചോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തിന് സർവ്വ വിഷയങ്ങളിലും പഠിപ്പിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ മനുഷ്യർക്കും മാതൃകാ പുരുഷനാണ്. പിൽക്കാലത്ത് ഇസ്ലാമിക ഭരണാധികാരികൾ, കോടതിയിലെ ജഡ്ജിമാർ, ആ ജഡ്ജിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃക വേണം. പിൽക്കാലത്തുണ്ടാകുന്ന ജഡ്ജിമാർക്ക് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും കഴിവിലൂടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയില്ല. സാധിക്കാത്തവർ ജഡ്ജിമാരാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ എല്ലാ തീരുമാനങ്ങളും മുഅ്ജിസത്ത് കറാമത്ത് മുഖേന മനസ്സ് വായിച്ചിട്ട് പറഞ്ഞാൽ നബിയുടെ പിൽക്കാലത്ത് ജീവിക്കുന്ന ഭരണാധികാരികൾക്കും ജഡ്ജിമാർക്കും നബി തങ്ങളിൽ മാതൃകയില്ലാതെ പോകും. അതുകൊണ്ട് ജഡ്ജ്മെന്റിന് വേണ്ടി കോടതിയിൽ കയറിയിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് മനസ്സിലുള്ളത് മുഅ്ജിസത്ത് മുഖേന വായിച്ച് വിധി പറയുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. മറിച്ച് കോടതിയിൽ സാക്ഷി വിസ്താരം നടത്തി ആ സാക്ഷികൾ മുഖേന തീരുമാനം പറയുന്ന മനുഷ്യർക്ക്, പിൽക്കാലത്ത് വരുന്ന ജഡ്ജിമാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സമീപനമാണ് കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു വരുന്നത്. കഴിയാഞ്ഞിട്ടല്ല, അതിവിടെ അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ അറിയണമെന്ന് ഉദ്ദേശിച്ചാൽ അറിയാത്തത് കൊണ്ടല്ല, ഇവിടെ അതിനനുയോജ്യമല്ല. കാരണം കോടതിയിൽ അല്ലാഹുവിന്റെ റസൂൽ മുഅ്ജിസത്ത് മുഖേന വിധി പറഞ്ഞാൽ നബിയുടെ പിൽക്കാലത്ത് വരുന്ന ജഡ്ജിമാർക്ക് അവർക്ക് നബി തങ്ങളിൽ മാതൃകയില്ലാതെയായി പോകും. അതിനു വേണ്ടി ചെയ്യുകയാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ 2 റകഅത്ത് നിസ്കരിച്ച് 4 റകഅത്തുള്ള 2 റകഅത്ത് നിസ്കരിച്ച് അവിടുന്ന് സലാം വീട്ടിയ സംഭവമുണ്ട്. അതിനധികം നബി തങ്ങൾക്ക് നിസ്കാരം അറിയില്ലെന്നല്ല, 4 റകഅത്ത് ഉണ്ടെന്ന് പിടുത്തമില്ലെന്നല്ല. മറിച്ച് അതെന്തിനാ സംഭവിച്ചത്? അത് സംഭവിച്ചത് പിൽക്കാലത്ത് പള്ളിയിലെ ഇമാമുകൾ ചിലപ്പം മറന്നിട്ട് 1 റകഅത്തോ 2 റകഅത്തോ അതാ വിട്ടുപോയാൽ ആ സമയത്ത് കമ്മിറ്റിക്കാർ ഇമാമിനെ പുറത്താക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്.
അതുകൊണ്ട് തന്നെ പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറവി സംഭവിച്ചതിന് അങ്ങനെ മറന്നുപോയപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു എന്നത് പഠിപ്പിക്കാൻ മാതൃക ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിന് ആ മാതൃക കിട്ടാൻ വേണ്ടിയാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മറവി അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറാമത്തും മുഅ്ജിസത്തും മുഖേന വിധി പറഞ്ഞാൽ ആ വിധി പറയാൻ പിൽക്കാലത്തുള്ള ജഡ്ജിമാർക്ക് കഴിയില്ല. അതുകൊണ്ട് കോടതിയിൽ ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി, ജഡ്ജിമാർക്ക് മാതൃകയാകാൻ വേണ്ടി അവിടെ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, കറാമത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, അവിടെ അതാ സാക്ഷി വിസ്താരം നടത്തി വിധി പറയുന്ന രംഗമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. കൊണ്ടാണ് ഹദീസിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സലഫി പറഞ്ഞ വാചകം ഹദീസിലില്ല. സലഫി പറഞ്ഞത് എനിക്ക് അത്രയല്ലേ കഴിയൂ നബി പറഞ്ഞുവെന്നാണ്. അത് പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ മേലിൽ വെച്ച് കിട്ടിയതാണ്. ഹദീസിലുള്ളത് ഞാൻ വായിക്കാം. ഇന്നമാ അന ബശറുൻ, ഞാൻ മനുഷ്യൻ മാത്രമാണ്, മലക്കല്ല, ജിന്നല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? മനുഷ്യന്മാർക്ക് വിധി പറയാനാണ് ഞാൻ കോടതിയിൽ ഇരിക്കുന്നത്, മനുഷ്യന്മാർക്ക് മാതൃകയാകാനാണ് ഞാൻ കോടതിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ല, മനുഷ്യൻ മാത്രമാണ്. വൈന്നക്കും തഖ്തസിബൂന ഇലയ്യ, നിങ്ങൾ പലരും എന്നോട് തർക്കം എന്ന് പറയും, പലരും വാദിയും പ്രതിയുമാകും. വലഅല്ല ബാലക്കും മയ്യകൂന അൽഹന ഹുജ്ജത്തുണ്ടാകും. ചിലർ അവരുടേതായ തെളിവ് സമർത്ഥിക്കുന്നതിൽ, തെളിവ് സമർത്ഥിക്കുന്നതിൽ വലിയ യോഗ്യന്മാരും വളരെ സാമർഥ്യമുള്ളവരുമായിരിക്കും. ഞാൻ കേൾക്കുന്നതനുസരിച്ചാണ് വിധി പറയുക. എനിക്കറിയില്ല എന്നല്ല, ഞാൻ സാക്ഷി വിസ്താരം കേട്ടിട്ട് ആ വിസ്താരത്തിൽ വാദിയുടെയും പ്രതിയുടെയും വാചകങ്ങൾ കേട്ട്, സാക്ഷിയുടെ വിസ്താരം കേട്ട് കേൾവി അനുസരിച്ചാണ് ഞാൻ വിധി പറയുക. മുഅ്ജിസത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക. മുഅ്ജിസത്ത് മുഖേനയാണ് മനസ്സിന്റെ ഉള്ളിലെ കാഴ്ച, അതനുസരിച്ചല്ല ഞാൻ വിധി പറയുക. ഞാൻ ഈ സാക്ഷി വിസ്താരം കേട്ടിട്ടും വാദിയുടെയും പ്രതിയുടെയും വാദം കേട്ടിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. ഫമൻ ഖളൈതു ലഹു ബിശൈഇൻ മിൻ ഹഖ്ഖി അഖീഹി, അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്റെ എന്തെങ്കിലും ഒരു അവകാശം ഞാൻ വിധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വിധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മുഅ്ജിസത്ത് മുഖേന മനസ്സ് വായിച്ചിട്ട് വിധിക്കുന്ന ഏർപ്പാട് എനിക്കില്ല. കഴിയാഞ്ഞിട്ടല്ല, കഴിയുമെന്ന് നേരത്തെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. കഴിയാഞ്ഞിട്ടല്ല, എനിക്ക് വിധി പറയുമ്പോൾ എന്റെ സമീപനം അങ്ങനെയല്ല. സാക്ഷി വിസ്താരം കേട്ട് വാദിയുടെയും പ്രതിയുടെയും വാദം കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിധി പറയുക. അതുകൊണ്ട് വല്ലവന്റെയും അവകാശം ആർക്കെങ്കിലും ഞാൻ വിധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതവൻ സ്വീകരിക്കണ്ട. ഒരു തീകഷ്ണമാണ് ഞാൻ മുറിച്ചു കൊടുത്തതെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ഹദീസിലുള്ളത്. ഇവിടെ എവിടെയാ സഹോദരന്മാരെ എനിക്ക് കഴിയില്ല എന്ന വാചകം എവിടെയാ ഉള്ളത്? എനിക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല എന്ന വാചകം എവിടെയാ ഉള്ളത്? അത് മൗലവിയുടെ വകയിൽ കരിഞ്ചന്തയായി കേസയിൽ കൂട്ടിയതാണ്. ബുഖാരിയിലതില്ല, മുസ്ലിമിലതില്ല, അത് മൗലവിയുടെ വകയിൽ കൂട്ടിച്ചേർത്തതാണ്. എനിക്ക് കഴിയില്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ആ സഹോദരന്മാരെ ഞാനൊരു ചെറിയ ചരിത്രം ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഇസ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ദഖീഖ് റളിയല്ലാഹു അൻഹുവിനെ കോടതിയിലെ ജഡ്ജിയായ ഇബ്നു ദഖീഖ് റളിയല്ലാഹു അൻഹുവിൽ ഒരു കേസ് വന്നു. എന്താ കേസ്? എന്താണ്? ഒരു പശുവിന്റെ കേസാ. എന്താണ്? ഒരാൾ പറയുന്ന ആ പശു അല്ലെങ്കിൽ ആ കാള എന്റേതാണ്, മറ്റേ പറയുന്നത് എന്റേതാണ്. അപ്പോ ഇബ്നു ദഖീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പശു കൈവശത്തിലുള്ള ആളോട് പറഞ്ഞു, ഈ പശു നിന്റേതാണോ? ഇയാൾ പറയുന്നുണ്ടല്ലോ ഇയാളതാണ്, നിന്റേതാണോ? അയാൾ ഉടനെ തന്നെ പറഞ്ഞു, എന്റെ തന്നെയാണ്. നിങ്ങൾ തന്നെയാണോ പശു? അതെ. ഇയാളോട് ചിന്നക്ക് വല്ല തെളിവുണ്ടോ? സാക്ഷിയുണ്ടോ? തെളിവുണ്ടോ? അയാൾ തെളിവൊന്നുമില്ല. തങ്ങളെ പശു എന്റേതാണ്. അയാൾ കൈവശപ്പെടുത്തിയിട്ട് തീർന്നില്ല. അയാളോ? അയാൾക്ക് കൈവശാവകാശം തെളിവല്ലേ? കൈവശാവകാശം തെളിവല്ലേ? അയാളെ കൈവശത്തിലേ ഉള്ളൂ. കൈവശാവകാശം തെളിവാണല്ലോ. ഇബ്നു ദഖീഖ് റളിയല്ലാഹു കറാമത്ത് മുഖേന അറിയാം. കറാമത്ത് മുഖേന അറിയാം ഈ പശു ഇയാളാണ്, മറ്റയാൾ അനധികൃതമായി കൈവശപ്പെടുത്തിയാണെന്ന് അറിയാം. ഇബ്നു ദഖീഖ് റളിയല്ലാഹു ദേഷ്യം പിടിച്ചു. കോടതിയുടെ ജഡ്ജിയാണ്,
ദേഷ്യം പിടിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞോളൂ, നീ പറയുന്ന ആ പശു നിന്റെതാണ്. ആ പശു നിന്റെതാണല്ലേ? എന്നാൽ ആ പശുവിന്റെ കൊമ്പിൽ നിന്റെ കണ്ണിലൂടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് പശുവിന്റെ കൊമ്പ് പശുവിന്റെ അവകാശവാദം ഉന്നയിക്കുന്ന ഈ കള്ളവാദിയുടെ കണ്ണിന്റെ ഉള്ളിലൂടെ ഇങ്ങ് പുറത്തു പോകുന്നു. മൂന്ന് മരിച്ചു, അയാൾ ഇങ്ങനെ മരിച്ചുപോയി. ഈ വിവരം ഇബ്നു ദഖീഖിൽ റളിയല്ലാഹുവിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അറിഞ്ഞു. ഞാൻ ജഡ്ജിയാക്കി നിശ്ചയിച്ചിട്ട് എന്റെ ശിഷ്യൻ കറാമത്ത് മുഖേന കോടതിയിൽ വിധി പറഞ്ഞു. കറാമത്ത് കാണിക്കേണ്ട സ്ഥലമല്ല കോടതിയിൽ വിസ്താരം നടത്തിയിട്ട് എങ്ങനെയാണോ തെളിവ് കിട്ടുന്നത് അതനുസരിച്ച് വിധിക്കേണ്ട സ്ഥലമാണ്. കോടതിയിൽ കറാമത്ത് പ്രകടിപ്പിച്ച് വിധി പറയേണ്ട സ്ഥലമല്ല. ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അപ്പോൾ തന്നെ ജഡ്ജിയുടെ സ്ഥാനത്ത് ഖാദി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ശിഷ്യനെ അപ്പോൾ തന്നെ ഖാദി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. കാരണം കോടതിയിൽ കറാമത്ത് കാണിക്കാൻ പറ്റൂല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് മുഖേന വിധി പറയലില്ല. സാക്ഷി വിസ്താരം നടത്തി അതനുസരിച്ചാണ് വിധി. അത് മാത്രമേ കോടതിയിൽ പറ്റൂ. സഹോദരന്മാരെ, ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടതിയിൽ മനസ്സിലുള്ളത് നോക്കി വായിച്ചിട്ട് വിധി പറയാൻ ആ ഭാഗത്തേക്ക് റസൂലുള്ളാഹി തിരിഞ്ഞിട്ടേ ഇല്ല. അതിൽ നിന്ന് മൗലവി കണ്ടുപിടിക്കുകയാണ്. നബിക്ക് വിവരമില്ല, നബിക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല. എന്നാ മനസ്സിലുള്ളത് അറിഞ്ഞ എത്ര ഹദീസാണ് ബുഖാരിയിൽ ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ഇനി നിങ്ങൾക്ക് ഖുർആൻ വിശ്വസിക്കുമോ മൗലവിമാർ? എങ്കിൽ ഞാൻ ഖുർആനിൽ പറയട്ടെ. മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം, നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനൊക്കെ നാദാവൃത്തി അതാ മൗലവി കഴിഞ്ഞ പ്രാവശ്യം ഇക്കഴിഞ്ഞതല്ലേ മുമ്പത്തെ പ്രാവശ്യം പ്രസംഗിച്ചപ്പോ 16 സീഡ് ഞാനതിന് മറുപടിയായി ഇറക്കിയിട്ടുണ്ട്. ഞാനതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാര് ചിന്തിക്കണം. മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഖദർ അലൈഹി സ്വലാം ഒരു കുട്ടിയെ കൊന്നതിന്റെ കാരണം പറഞ്ഞത് എന്താണ്? അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനീനി ഫഖസീന അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ ഫഅറബനാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ആ കുട്ടിയുടെ മനസ്സിൽ ഈമാനില്ല, ആ കുട്ടിയുടെ മനസ്സിൽ കുഫറാണ്. ആ കുട്ടി മാതാപിതാക്കളെ വലുതാവുകയാണെങ്കിൽ പഴപ്പിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലാൻ ഓർഡറാണ്. അപ്പൊ മനസ്സിലുള്ള കാര്യം, കുട്ടിയുടെ മനസ്സിലുള്ള കാര്യം ഖദർ അലൈഹിസ്സലാം വായിക്കുന്നു. മനസ്സിലുള്ളതറിയാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അല്ലാഹ് അങ്ങനെ ഒരു കഴിവ് ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല എന്ന് അള്ളാഹിനെ പറ്റി സലഫി വാദിക്കുന്ന ഭാഗം അള്ളാഹിനെ കൊച്ചാക്കലാണ്. അള്ളാഹുവിനങ്ങനെ ഒരു കഴിവ് മഹാന്മാർക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന വാദം അത് അള്ളാഹുവിനെ ചെറുതാക്കലാണ്, മഹാന്മാരെ നിസ്സാരപ്പെടുത്തലാണ്, ഖുർആനിൽ വിരുദ്ധമായ ആശയമാണ്. അല്ലാഹുവിന്റെ റസൂലിന് മറഞ്ഞതാ മനസ്സിലുള്ളത് വായിക്കാൻ ഒരിക്കൽ പോലും കഴിഞ്ഞില്ല. മൗലവി പറഞ്ഞത് മുഅ്ജിസത്ത് നിഷേധമാണ്, അതേ ഹദീസ് നിഷേധമാണ്, ഖുർആൻ നിഷേധമാണ്. ഇനിയോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ പറ്റി മാലയിൽ കണ്ടതല്ലേ മൗലവിക്ക് ഹലളയിൽ. എന്നാൽ മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രം ഈ മൗലവി പഠിച്ചിട്ടുണ്ടോ? സഹോദരന്മാരെ, 25ഓളം ബാല്യങ്ങളുള്ള ഒരു വലിയ ലോകപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥമാണ് സിയറു അലാമിൻ നുബലാ. എഴുതിയതാരാണ്? മുജാഹിദിന്റെ സർവ്വ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്ന ഹാഫിദുൽ ദഹബി. ആ ഹാഫിദുൽ ദഹബി ഇബ്നു തൈമിയെ ബഹുമാനിക്കുന്ന ആളാണ്. ആ ഹാഫിദുൽ ദഹബി അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ നുബലാ 20-ാം വാള്യം 442-ാമത്തെ പേജ്. സുബ്ഹാനല്ലാഹ്, സലഫിയുണ്ടോ കിതാബ് കണ്ടിരിക്കുന്നു. അതിന്റെ 20-ാം വാള്യം 442-ാം പേജ് മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രം എഴുതി രേഖപ്പെടുത്തിയത് കാണാം. ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ ഇമാം ശൈഖ് അബൂബക്കർ ഇബ്നുൽ ഇമാം റഹിമഹുല്ലാഹ് പറയാണ്, ഞാനൊരു ദിവസം ഇങ്ങനെ
എനിക്ക് വിശ്വാസപരമായ വിഷയങ്ങളിൽ മനസ്സിൽ ചില സംശയങ്ങൾ മനസ്സിലിങ്ങനെ വന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അബ്ദുൽ ഖാദിർ ജീലാനി വയൽ പറയുന്നൊരു സരസുണ്ടല്ലോ, അദ്ദേഹം മനസ്സിലുള്ളത് വായിക്കുന്ന ആളാണെന്നത് എല്ലാവരും പറയുന്ന സംഗതിയാണ്. മനസ്സിലൊരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമെന്നത് അറിയപ്പെട്ട സംഗതിയാണ്, പറയപ്പെടുന്ന സംഗതിയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹം പ്രസംഗിക്കുന്ന, ദർശ നടത്തുന്ന, വേല പറയുന്ന സദസ്സിലേക്ക് അങ്ങ് ചെന്നു. ഞാനങ്ങ് കയറി ചെല്ലുമ്പോ തന്നെ ഞാനങ്ങ് കയറി ചെല്ലുമ്പോ തന്നെ എന്നെ കണ്ടപ്പോ പറയാണ്, നമ്മളെ വിശ്വാസം സഹാബത്തിന്റെയും മുൻഗാമികളെയും വിശ്വാസമാണ്, അതാണ് ശരിയായ വിശ്വാസം. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഹാദാ ഖാലഹു ഇത്തിഫാഖൻ, അത് ഞാൻ കയറി തരുമ്പോ മൂപ്പര് പല സംഗതിയും പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു സംഗതി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് എന്റെ മനസ്സിലുള്ള കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കൊള്ളണമെന്നില്ല എന്റെ മനസ്സിൽ തോന്നി. ഉടനെ തന്നെ എന്നെ കൊള്ളിങ്ങ് തിരിഞ്ഞു നോക്കിയിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് അവനെ പറയുന്നത് എന്ത്, നമ്മുടെ വിശ്വാസവും സഹാബത്തിന്റെയും മുൻഗാമികളും വിശ്വാസമാണ്. അപ്പോ എനിക്ക് തോന്നി അൽവാ ഇത് കതിയൽസഫിത്തു. എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി പറയില്ല, അത് തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ കൊണ്ട് ആയിപ്പോയതായിരിക്കും എന്നെന്റെ മനസ്സിൽ തോന്നി. ഉടനെ തന്നെ പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും വിളിച്ചു, യാ അബൂബക്കർ, യാ അബൂബക്കർ, അബൂബക്കറെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നോട് പറയാൻ കൗല, അബൂബക്കറെ നമ്മളെ വിശ്വാസം സഹാബത്തിന്റെയും മുൻഗാമികളെയും വിശ്വാസമാണ് അബൂബക്കറെ. പിന്നെ എന്നോട് പറഞ്ഞു, ഇത് നിൽക്കണോ, എന്റെ ബാപ്പ പോയിട്ട് കുറെ കാലായില്ലേ വീട്ടിൽ നിന്ന്, ബാപ്പ പുറക്ക് വന്നിട്ടുണ്ട് കേട്ടോ, പുറക്ക് ബാപ്പ വരെ എത്തിയിട്ടുണ്ട്. എന്നോട് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറഞ്ഞു, വെക്കാന വാഹിദൻ, എന്റെ ബാപ്പ നാട് വിട്ടുപോയ ആളായിരുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ബാപ്പ വന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് വിഷയങ്ങൾ വിലയിരുത്തുന്ന പ്രസ്ഥാനമാണ്. അതാ കുത്തിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളെ കൽവേദം എന്ന് അതിലെ നിങ്ങൾക്ക് വിതരമില്ലാത്തതിന് നിങ്ങൾ എന്തിനു മതത്തിനെ ചോദ്യം ചെയ്യണം? ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്താനാണല്ലോ മൗലവി സാഹിബ് ഇങ്ങനെ പറഞ്ഞു. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലുള്ളത് വായിക്കാനും അറിയാനും കഴിഞ്ഞില്ലെന്നും അങ്ങനെ അവകാശപ്പെട്ടില്ലെന്നും നബിയെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി ബുഖാരിയുടെ മുഴുവൻ ഹദീസുകളും മൂടി വെച്ച് അതാ സെലഫി കേസറ്റ് ഇറക്കുന്നു, CD ഇറക്കുന്നു. പക്ഷെ ആ സെലഫി ആലപ്പുഴയിലായതുകൊണ്ട് അത്ര ധൈര്യത്തിൽ പറഞ്ഞത്. അതാവട്ടാണ് കുറച്ച് ചിന്തിച്ചിട്ട് പറയൂ. ആലപ്പുഴയിലായാലും പിന്നാലെ തുടർന്ന് മറുപടി പറയാതെ വിടുന്ന പ്രശ്നമില്ല. അത് ഏത് പുഴയിൽ പോയാലും കടലിൽ പോയാലും ഇനി സെലഫിയെ വിടുന്ന പരിപാടിയില്ല. ഓരോന്നിനും പരിശുദ്ധ ഖുർആനും ഹദീസും ധരിച്ച് മറുപടി പറയുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തിയിട്ടാണോ മോചനം? സഹോദരന്മാരെ, ഇല്ല ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം അംഗീകരിക്കാത്ത കാലത്തോളം നബിയെ ബഹുമാനിക്കാതെ മോചനമില്ലേ? ഇല്ല. ഖുർആനിലും ഹദീസിന്റെയും മുമ്പിൽ നിലനിൽപ്പില്ലാത്തൊരു പ്രസ്ഥാനം, ഒന്നും പറയാൻ പറ്റാത്തൊരു പ്രസ്ഥാനം, ദിവസേന വിശ്വാസം മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനം. ഇതെന്താണ് സഹോദരന്മാരെ ഇത് സാധനം? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മനസ്സും വായിക്കാൻ ഒരു കാലത്തും ഒരു പ്രാവശ്യം പോലും സാധിക്കില്ലെന്ന് പറഞ്ഞ ആ മൗലവി ആലപ്പുഴയെന്ന് മൂപ്പര് പറയുന്ന സർവ്വജാറങ്ങളും പൊളിച്ചു കളയേണ്ടതാണ്. എങ്ങനെ? മൂപ്പര് അള്ളാന്റെ റസൂലിന്റെ ജാറത്തിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന് നാദാപുരത്തുനിന്ന് എന്റെ മുന്നിൽ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം തന്നെ അതാ ആലപ്പുഴയിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഉള്ളിലുള്ളത് പറഞ്ഞുപോയി. എല്ലാ തങ്ങന്മാരും പൊളിക്കേണ്ടതാണ്.
മൗലവി എന്നയാൾ പറയുന്നുവെന്ന് കേട്ടോളൂ. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും അത് സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന. കണ്ടില്ലേ? അപ്പൊ ഇസ്ലാമിലില്ല പോയി ഞാൻ അതിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന് നാദാവെന്ന് പറഞ്ഞ മൗലവി ആലപ്പുഴയിലെത്തിയപ്പോൾ മറന്നുപോയി.